അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ വശഫീഇനാ വമൗലാനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധ ഇസ്ലാം സ്നേഹത്തിൻ്റെയും കരുണയുടെയും പരസ്പര ബാധ്യതകൾ നിറവേറ്റാനൊക്കെ വേണ്ടി വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു മതമാണ്. വിശ്വാസികൾ പരസ്പരം നിർവഹിക്കേണ്ടുന്ന ധാരാളം ബാധ്യതകളെ സംബന്ധിച്ച് നിരവധി ഹദീസുകളിലൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രോഗിയായി കിടക്കുന്ന വ്യക്തിയെ സന്ദർശിക്കുക, രോഗസന്ദർശനം നടത്തി ആ രോഗിക്ക് ക്ഷമാശ്വാസ വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുക എന്നുള്ളത്. അങ്ങനെ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയോ വലുതാണെന്ന് നിരവധി ഹദീസുകളിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടി ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങി ആ രോഗിയുടെ അടുക്കലേക്ക് എത്തുന്നത് വരെ അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം, അള്ളാഹുവിൻ്റെ മലായികത്തിൻ്റെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രോഗസന്ദർശനം നടത്തുമ്പോൾ തന്നെയും ആ രോഗിക്ക് ഈ കാണാൻ വന്ന വ്യക്തിയുമായി വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ആഗമനം, അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അല്പസമയം ആ രോഗിയുടെ കൂടെ ഇരുന്ന് ആ രോഗിയോട് കുശലാന്വേഷണങ്ങൾ നടത്തി സുഖാന്വേഷണങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി രോഗിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല, അത്രയും പ്രയാസപ്പെട്ട് കഴിയുന്ന രോഗിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോയി ചെറിയ നിലക്ക് പ്രാർത്ഥന നടത്തി പെട്ടെന്ന് തിരിച്ചു വരികയാണ് വേണ്ടത്. എന്നല്ലാതെ ആ രോഗിയെ അല്ലെങ്കിൽ ആ കുടുംബത്തെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അധിക സമയം അവിടെ ചെലവഴിക്കുക എന്നുള്ളത് പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. രോഗസന്ദർശനത്തിനെത്തിയ വ്യക്തി ആ രോഗിയോട് സുഖാന്വേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ആ രോഗിക്ക് വേണ്ടി 7 പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന ഒരാൾ നടത്തിക്കഴിഞ്ഞാൽ അത് കാരണം ആ രോഗിയുടെ രോഗത്തിന് അല്ലാഹു തആല ശിഫ നൽകി ആഫിയത്തും ആരോഗ്യവും സിഹത്തും നൽകുമെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് രോഗിക്ക് വേണ്ടി നാം നടത്തേണ്ട പ്രാർത്ഥന? മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ആദ മരീദൻ ലം യഹ്ദുർഹു അജ്ലുഹു. മരണാസന്നമായ രോഗിയല്ലാത്ത രോഗിയുടെ അടുക്കിലേക്ക് ഒരാൾ കടന്നു ചെന്ന് ഫഖാല ഇൻദഹു സബ്അ മിറാരിൻ, അദ്ദേഹത്തിനടുത്ത് വെച്ച് 7 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയാൽ, എന്താണ് പ്രാർത്ഥന? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫീക. ഈ പ്രാർത്ഥന 7 പ്രാവശ്യം ഒരാൾ നടത്തിക്കഴിഞ്ഞാൽ ഇല്ലാ ആഫാഹുല്ലാഹു മിൻ ദാലിക്കൽ മർളി, ആ രോഗിക്ക് ആ രോഗത്തിൽ നിന്നും അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കും, ആരോഗ്യം കൊടുക്കും, രോഗത്തിന് ശിഫ നൽകും എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഈ പ്രാർത്ഥന നടത്ത പ്രത്യേകം സുന്നത്തുണ്ട്. അല്ലാഹു തആല ഖബൂലാക്കിയാൽ തീർച്ചയായും ആ രോഗിക്ക് ആ രോഗത്തിൽ നിന്നും ശമനം അല്ലാഹു നൽകി ആഫിയത്ത് നൽകുമെന്നും ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല നമ്മളുമായി ബന്ധപ്പെട്ട പലരും രോഗികളായി കഴിയുന്നവരുണ്ട്. ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി ഈമാനോടെ മരിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു വലിയ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.